ഒരു വിലാപം. നിങ്ങൾ അവളെ അമ്മയെന്ന് വിളിച്ചു. അവളെ കീറി മുറിക്കുമ്പോഴും അവളുടെ നെഞ്ചിൽ ചവിട്ടി നടക്കുമ്പോഴും ഇഞ്ചിഞ്ചായി അവളെ കൊല്ലുകയാണെന്നറിഞ്ഞിട്ടും തൻ്റെ മക്കൾക്ക് വേണ്ടി അവളെല്ലാം സഹിക്കുകയായിരുന്നു. സഹനത്തിൻ്റെ പ്രതീകമായി നിങ്ങൾ തന്നെയാണ് അവളെ വാഴ്ത്തിപ്പാടിയത്. അവളുടെ നാശം സ്വന്തം നാശം തന്നെയാണെന്ന തിരിച്ചറിവിൽ ഭൂമിയെ രക്ഷിക്കൂ, അമ്മയെ രക്ഷിക്കൂ എന്ന് മുദ്രാവാക്യം മുഴക്കാനും നിങ്ങൾ മറന്നില്ല. ഇവിടെ ഒരു കോണിൽ ആരാലും ഓർക്കപ്പെടാതെ ഒരാളുണ്ട്. ഞാൻ, നിങ്ങളുടെ പിതാവ്. അങ്ങനെ വേണം എന്നെ വിളിക്കാൻ. ചുട്ടുപൊള്ളുന്ന തീജ്വാലകൾക്ക് വിട്ടുകൊടുക്കാതെ നിങ്ങളെ സംരക്ഷിക്കുന്നത് ഞാനാണല്ലോ. മക്കളെ തിന്മയിൽ നിന്നും രക്ഷിക്കുന്നവൻ ഒരു പിതാവിൻ്റെ ധർമ്മം തന്നെയാണ് ഞാൻ അനുഷ്ഠിച്ചു പോരുന്നത്. ഞാൻ ഓസോ. എന്നെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ടാവുകയില്ല. ഹൃദയം വെണ്ടുകീറിയെങ്കിലും ഞാനിപ്പോഴുമുണ്ട്. ആകാശത്തിനപ്പുറത്ത് നിങ്ങൾക്കൊരു തണലായി, ആർക്കൊക്കെ വേണ്ടി ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെ. മനസ്സിൻ്റെ സുഗന്ധം എവിടെയോ മറന്നുവെച്ച് കൃത്രിമ സുഗന്ധങ്ങളിൽ നിങ്ങൾ മുങ്ങിക്കുളിക്കുമ്പോഴും പാരമ്പര്യ തനിമയുടെ കലവറയെ ഒരു ശീതീകരണ യന്ത്രത്തിന് നിങ്ങൾ പണയം വയ്ക്കുമ്പോഴും മനസ്സ് കുളിരാതെ ശരീരം മാത്രം യാന്ത്രികമായി നിങ്ങൾ തണുപ്പിക്കുമ്പോഴും നിങ്ങളുടെ വേഗത്തിനൊത്ത് കുതിച്ചുയരാനാവാതെ ഭൂമി ചുട്ടുപഴുക്കുമ്പോഴും ആഗോള താപനമെന്ന് നിങ്ങളതിനെ വിളിക്കുമ്പോഴും നിങ്ങൾ എൻ്റെ ഘാതകനെ സ്വതന്ത്രരാക്കുകയാണ്. എന്നെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. എൻ്റെ ഘാതകനെ നിങ്ങൾ വിളിച്ചത് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നാണ്. എന്തു പേര് ചൊല്ലി വിളിച്ചാലും നിങ്ങളുടെ കൈകളിൽ നിന്നുമാണ് അവ ഉത്ഭവിക്കുന്നതെന്ന സത്യം എൻ്റെ ഹൃദയത്തെ ഒട്ടൊന്നുമല്ല തളർത്തിയത്. നെഞ്ചു പൊട്ടുന്ന വേദനയോടെയാണ് നിങ്ങളിൽ പലരും വെന്തൊടുങ്ങുന്നത് ഞാൻ കണ്ടത്, എൻ്റെ ബലഹീനത കാരണം. അങ്ങകലെ മഞ്ഞുരുകാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ കുത്തിക്കീറിയ മുറിവ് വളർന്നുകൊണ്ടിരിക്കുന്നു. മരണത്തിലേക്കിനി എത്ര നാഴിക ദൂരം. പ്രപഞ്ച കേന്ദ്രത്തിൻ്റെ കോപം എൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങളെ ചുട്ടെരിയിച്ചു കളയുക തന്നെ ചെയ്യും. ഇനിയും അമാന്തിച്ചുകൂടാ. ഓരോ നിമിഷം വൈകുന്തോറും എൻ്റെ മരണമണിയുടെ ശബ്ദം കൂടുതൽ തീവ്രതയിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് ജീവിക്കണം, ജീവിച്ചേ മതിയാവൂ, നിങ്ങൾക്ക് വേണ്ടി. ഇനിയും എൻ്റെ കണ്ണീര് കാണാതിരിക്കരുത്. സമയമായി നമുക്ക് തിരിച്ചു പോവാൻ. പഴമയുടെ നാൾ വഴികൾ തേടി യന്ത്രങ്ങൾ നമ്മെ കീഴടക്കാത്ത ലോകത്തേക്ക്, പ്രകൃതിയുടെ കൂടപ്പിറപ്പായി നാം ജീവിച്ചിരുന്ന കാലത്തേക്ക്, മാലിന്യത്തിൻ്റെ കരിമ്പുക ഈ ലോകത്തെ വിഴുങ്ങാത്ത കാലത്തേക്ക്.